പാർട്ടി സെക്രട്ടറി വന്ന് കുടുംബത്തിനോടൊപ്പമാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഞാൻ ചോദിച്ചതാണ് ഏത് കുടുംബത്തിനൊപ്പമാണെന്ന്. പി ദിവ്യ നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. എരിപുരത്ത് നിന്ന് അവിടെയൊക്കെ പോയി പി ദിവ്യ കഴിയണമെന്നുണ്ടെങ്കിൽ പാർട്ടി അറിയാതെ കഴിയുമെന്ന് വിചാരിക്കാനും മാത്രം മണ്ടന്മാരൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. കേരളം ഇരിക്കുകയായിരുന്നു പി ദിവ്യ. അതിനിടയിൽ ആശുപത്രിയിൽ പോയി എന്ന് കേൾക്കുന്നു. ഉറപ്പില്ലാത്തതോടെ ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. സംസാരിച്ചോണ്ട് നിൽക്കാൻ സമയമില്ല. നെഞ്ചുവേദന എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. ല്ലോ ഈ പറയുന്ന കറപ്ഷനെതിരെയുള്ള എന്താണ് ക്രുസൈഡർ അല്ലേ? അപ്പോൾ ആ ഒരു അഴിമതിയുടെ മുന്നണി പോരാളിയെ നമ്മൾ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. അവരൊരു കൈവരിച്ച ഒരാൾ അഴിമതിയുടെ ഒരു മുന്നണി പോരാളിയായി മാറി അഴിമതി വിരുദ്ധ പോരാട്ടം അണ്ണാ ഹസാരെ പോലെയൊക്കെ നയിച്ചത് എന്നാലും കേരളത്തിലുള്ള ആരും അത് ചർച്ച ചെയ്തില്ല. ഒരുപക്ഷെ മാധ്യമങ്ങൾ വേണ്ട നേരത്തെ ഒന്നും അവർക്ക് അതിന് പറ്റിയിട്ടുമുണ്ടാകില്ല. ചെയ്യാതെ പോയത് അങ്ങനെ ബഹുമാനിക്കേണ്ടതായ ആദരിക്കേണ്ടതായ ഒരു മഹത് വ്യക്തിത്വമായിരുന്നു പി ദിവ്യ എന്ന് ഈ വാദത്തിനിടയിലാണ് എനിക്ക് മനസ്സിലായത്. കേരളത്തിലെ ജനങ്ങൾക്കും അങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ പാർട്ടി നിർദ്ദേശം അനുസരിച്ചാണ് ഓരോ കാര്യവും ചെയ്തത്, അല്ലെങ്കിൽ പി ദിവ്യ നിർദ്ദേശം അനുസരിച്ചാണ് പാർട്ടിയും പോലീസും. അപ്പോൾ ജാമ്യ ഹർജി തള്ളിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ കൂടുതൽ പിന്തുണയ്ക്കാൻ കഴിയില്ല, ഇനിയിപ്പോൾ പരിരക്ഷിച്ചു കഴിഞ്ഞാൽ വെട്ടിലാകാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെയൊരു കാര്യമല്ലല്ലോ നമ്മൾ പാർട്ടിയെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. പി ദിവ്യയ്ക്ക് വേണ്ടി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പരിരക്ഷ, ഈ രക്ഷാപ്രവർത്തനം എന്ന് വേണം പറയാൻ. ഞങ്ങൾക്ക് അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ആ ഒരു കരുതലും രക്ഷാപ്രവർത്തനവും ഒക്കെ സാധാരണക്കാരായ സഖാക്കൾക്കൊക്കെ കിട്ടുന്നുണ്ടോ, അതോ പി ദിവ്യയ്ക്ക് ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല, ഒളിവിലാണ് എന്ന് ആവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞത് ദിവ്യ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ്. ആരുടെ നിരീക്ഷണത്തിൽ എന്നുള്ളതാണ് അദ്ദേഹത്തോടുള്ള തിരിച്ചുള്ള ചോദ്യം. അവിടെ മുഴുവൻ ഉടുപ്പിട്ട പിശാചുക്കളാ. ആരെങ്കിലും വരണ പൊളിച്ചോ? പോലീസിന്റെ നിരീക്ഷണത്തിലാണെങ്കിൽ ഇതുവരെ നോട്ട് ടു അറസ്റ്റ് എന്നുള്ള ഒരു ഓർഡറും ഉണ്ടായിരുന്നില്ല. അറസ്റ്റ് ചെയ്യാം, ചോദ്യം ചെയ്യാം, എന്തിന് ദിവ്യ ഒന്നും കാണാൻ പോലും തയ്യാറായില്ലല്ലോ. ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതിന് ദിവ്യ സമ്മതിച്ചില്ല എന്നുള്ളതാണ് സത്യം വന്നത്. കാരണം കസ്റ്റഡിയിൽ എടുക്കുന്നതിനായി ദിവ്യ ഉള്ള ഇടത്തേക്ക് പോവുകയല്ല, ദിവ്യ പറഞ്ഞ ഇടത്തേക്ക് പോലീസ് വരികയാണ് ചെയ്തത്. അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ദിവ്യന്റെ സ്ഥലത്തേക്ക് വരുന്നു, അവിടേക്ക് പോലീസ് വാഹനവുമായി ACP അടക്കം എത്തുന്നു, വനിതാ പോലീസും എത്തുന്നു, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നു. ഇതെല്ലാം ആരും കാണാതെ ഇത് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് കരുതി. ഇവിടെ ഇപ്പോൾ ചേലക്കരയും പാലക്കാടും വയനാടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തിരിച്ചടി എന്ന് പറയുന്നത് പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പി ദിവ്യയുടെ തൽക്കാലം ഒന്ന് തടി കഴിച്ചിലാക്കാൻ വേണ്ടി കീഴടങ്ങാൻ നിർദ്ദേശിച്ചു. അവരത് കീഴടങ്ങുന്നു. എന്നിട്ടത് കീഴടങ്ങലല്ല, അറസ്റ്റാക്കി തന്നെ മാറ്റണം എന്നുള്ള നിർദ്ദേശം പോലീസിന് കൊടുത്തിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് അറസ്റ്റിൽ, കസ്റ്റഡിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി ദിവ്യയെ കൊണ്ടുവരുന്നത്. അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തെല്ലാം പരിപാടി. യാത്രയയപ്പ് ചടങ്ങിലേക്ക് രണ്ടും പി ദിവ്യയുടെ ഭാഗം ഉള്ള അഭിഭാഷകർ തന്നെയാണ് പറയുന്നത്. ക്ഷണിച്ചിട്ട് വന്നതാണ്. കളക്ടർ രാവിലെ ക്ഷണിച്ചിരുന്നു എന്ന് പറയുന്നു. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. പി ദിവ്യയുടെ പ്രസംഗത്തിൽ പക്ഷേ പറയുന്നത് ഞാൻ ഇതുവഴി പോവുകയായിരുന്നു, അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നതാണ്. നവീൻ ബാബു എന്ന ADM-നെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രിതമായി നടത്തിയ ഒരു പ്രസംഗമാണ്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. അത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണ്ണൂർ വിഷനിലേക്ക് വരാം. ആ ചാനൽ പി ദിവ്യയുടെ പ്രസംഗം. അപ്പോൾ അവരുദ്ദേശിച്ചത് എന്താണ്? നവീൻ ബാബുവിനെ നാണം കെടുത്തുക, ഒരു മനുഷ്യനെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആ ഒരു ഹ്യൂമിലിയേഷൻ ഈ കൈക്കൂലിയൊക്കെ ശീലമാക്കിയവർക്ക് ചിലപ്പോൾ തോന്നില്ല. രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നല്ലതാ, അത് നല്ല ആളുകൾ ചെയ്യുമ്പോൾ. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്, മനസ്സിലായോ? ഇതിനൊക്കെ ആത്മഹത്യ ചെയ്യണോ എന്നൊക്കെ ഇവിടെ ഒളിച്ചത് പോലീസിന്റെ മൂക്കിന് താഴെയാണ്. അതിനൊക്കെ മറുപടി പറയണം. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. അത്ര കോൺഫിഡന്റ് ആയിട്ടല്ലേ പി ദിവ്യ വരുന്നത്? എന്ന് കണ്ടെത്തേണ്ടത് കോടതിയാണ്. പക്ഷേ ഇവിടെ പി ദിവ്യ ക്ഷണിച്ചിട്ട് പോയതല്ല, അവിടെ വലിഞ്ഞു കയറി ചെന്നതാണ്. ഈ വരവും ഭക്ഷണം കഴിക്കലൊക്കെ ഇതുവന്റെ സ്ഥിരം പരിപാടിയാ. ക്ഷണിച്ചില്ലെങ്കിലും കയറി ഇങ്ങ് പോരും. അവരുടെ സതുദ്ദേശം എന്താണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അത് കോടതിക്കും ബോധ്യപ്പെട്ടിട്ടില്ല. എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ. അതാണ് ഇക്കാര്യത്തിൽ എന്റെ നിലപാട്. ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഒരു ഉദ്യോഗസ്ഥനെ അങ്ങ് നാണം കെടുത്തി അപമാനിച്ച് ചൊൽപ്പടിക്ക് കൊണ്ടുവരാം എന്ന് പി ദിവ്യയും പാർട്ടിയും വിചാരിച്ചുവെങ്കിൽ ചെന്ന് വിളിച്ചു പറ,
നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന്. കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴും പി ദിവ്യയുടെ ഭാഗം അതിലില്ല കേട്ടോ. അപ്പോൾ പിന്നെ എവിടെയാണ് ഇവർ എല്ലാത്തിനോടും സഹകരിക്കുന്ന മികച്ച ഒരു പൊതുപ്രവർത്തകയായി നിൽക്കുന്നത്? പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ടേ ഒരു പ്രശ്നമില്ല. ഇതിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഈ ജാമ്യ ഹർജിയിലും ഉണ്ട്.